രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. ധൃതിയുള്ള ആളുകൾ സ്പീഡ് കൂട്ടി കാണുക. 1.5x കാണാം, അതുപോലെ 2x കാണാം. കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നറിയപ്പെടുന്ന ആ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ളൊരു വ്യക്തി സാദിഖ് അലി തങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന തങ്ങൾ കുടുംബം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മുസ്ലിം ലീഗിൻ്റെ താത്വിക ആചാര്യന്മാരായിട്ട് നിലകൊള്ളുന്ന ആളുകൾ, അവരാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ആ ഒരു വിഭാഗം ആളുകളിൽ നിന്നും പ്രധാനമായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം നടത്തിയ അയോധ്യ ആ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടന്നതും ആ വിഷയം അവിടെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു വീക്ഷണം അവിടെ പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ്. അത് സംബന്ധിച്ചാണ് നമുക്കിന്ന് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇന്നലെയാണ് അദ്ദേഹം അത് സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ ഈ വാർത്ത വന്നത്. ഇത് പറഞ്ഞത് ജാനുവരിയിലാണിത് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴാണത് വലിയ വാർത്തയായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ ഇവിടെ മാതൃഭൂമിയുടെ ഒരു ന്യൂസ് കട്ടിങ് നമുക്കിവിടെ ഉണ്ട്. രാമക്ഷേത്രം നിർമ്മിച്ചതിൽ പ്രതിഷേധിക്കേണ്ടതില്ല. അത് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ആവശ്യം. ക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന മസ്ജിദും ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകം. സാദിഖ് അലി തങ്ങൾ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. സംഗതി തങ്ങളൊക്കെയാണ് പറഞ്ഞു, ഒക്കെ ശരിയാണ്. ഞാനിതിലേറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇത് പറഞ്ഞതൊന്നുമല്ല. ഈ പറഞ്ഞത് ഈ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമെന്നൊക്കെ പറയുമ്പോൾ മതേതരത്വം എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള ആൾക്ക് അറിയില്ല എന്നതും കൂടി ഇവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മതേതരത്വം എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരൊക്കെ. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി അമ്പലവും കൂടി ഒരു കോമ്പൗണ്ടിൽ പണിയുന്നതിനെയല്ല മതേതരത്വം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശമോ അല്ലെങ്കിൽ തുല്യ പരിഗണനയോ കൊടുക്കുന്നതിനെയുമല്ല മതേതരത്വം എന്ന് പറയുക. ഗവേണൻസിൽ മതത്തെ മാറ്റി നിർത്തുക. അതിൽ രാഷ്ട്രീയത്തിൽ ഗവേണൻസിൽ മതത്തിന് യാതൊരു റോളുമില്ല. സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം പൊളിറ്റിക്സ്, ഇതാണ് സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്നത്. ഇത് വേറെന്തോ സാധനമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇദ്ദേഹം പറയുന്നതാണ്. ഇത് ഇദ്ദേഹം മാത്രമൊന്നുമല്ല, പൊതുവെ നമ്മളുടെ ഇടയിലുള്ള വിശ്വാസികളടക്കം ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. അവരുടെ നേതാവായിട്ടുള്ള ആളുകൾ ഇത് പറഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്ന് തിരുത്തുന്നത് നല്ലതാണ്. ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത് മതസൗഹാർദ്ദം എന്ന് പറയുന്നൊരു വാക്കായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ വാക്കാണ് ഇവിടെ ചേരുക. അല്ലെങ്കിൽ വിവിധ മതങ്ങൾ തമ്മിലുള്ള ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മൾ നിരീശ്വരവാദിയാണ്, ഒക്കെ ശരിയാണ്, നമുക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല, നിരീശ്വരൻ ആണ്, അങ്ങനെയാണല്ലോ എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ കരുതേണ്ടത്? ഇവിടെയുള്ള വിശ്വാസികൾ മുഴുവൻ നീചന്മാരാണെന്നോ അവർ ഒന്നിനും കൊള്ളാത്തവരാണെന്നോ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്ത നമുക്കില്ലതാനും. അതേപോലെ തന്നെ വിശ്വാസങ്ങൾ എന്ന് പറയുന്ന സംഗതി അതും ഒരു റിയാലിറ്റിയാണ്. നമ്മളുടെ മുന്നിലുള്ള ഒരു ഈ കാലഘട്ടത്തിൽ ഇന്നിവിടെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. അത് എന്ന് വെച്ചാൽ റിലീജിയനിൽ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ല, ആ റിയാലിറ്റിയാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിവിടെ ഉണ്ട്. അത് റിലീജിയൻ മാത്രമായിട്ടല്ല ഇവിടെ ഉള്ളത്, വിശ്വാസികൾ മാത്രമായിട്ടുമല്ല ഇവിടെ ഉള്ളത്. വിശ്വാസികളും മതങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളോട് അടക്കം അതൊരു പാക്കേജായിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ് എന്ന് പറയുമ്പോൾ ആ റിയാലിറ്റി പാക്കേജിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മതങ്ങൾ തമ്മിലുള്ള വൈര്യവും അത് വെച്ചുകൊണ്ടുള്ള മുതലെടുപ്പുകളും അത് വെച്ചുകൊണ്ടുള്ള മറ്റു പല പ്രശ്നങ്ങളും ഇത് നമ്മൾ കാണുന്നു. ഓരോ മതത്തിനകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ പോലും അതിനകത്തൊരു റിയാലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ശബരിമല വിഷയം നമുക്കറിയാം, അതൊരു ഹിന്ദു മതത്തിനകത്തുള്ളൊരു പ്രശ്നമായിട്ടാണ് നമ്മളിവിടെ കണ്ടത്. അതേപോലെ ഇപ്പോൾ മുത്തലാഖ് നിയമമോ അതല്ലെങ്കിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചയോ വരുമ്പോൾ അത് ഇസ്ലാമിനകത്തുള്ളൊരു പ്രശ്നമാണ്, മറ്റു മതങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല. അപ്പോൾ ആ തരത്തിൽ വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ അടക്കമാണ് അതൊരു പാക്കേജ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് ഈ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു റിയലൈസേഷനിൽ നിന്നിട്ട് വേണമല്ലോ നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും പറയാനും പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാനും. പക്ഷെ പലപ്പോഴും നമ്മളെ രാഷ്ട്രീയക്കാർ ആയാലും ശരി, നമ്മളുടെ മുന്നിലുള്ള സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകളായാലും ശരി, പുരോഗമനം പറയുന്ന ആളുകളായാലും ശരി, അവർ പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ
അത് ആ ഒരു നിലപാടായിട്ട് നമുക്ക് കാണുന്നില്ല. അത് പലപ്പോഴും ഈ ഒരു റിയാലിറ്റിയെ തമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഭരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു എന്ന് വിചാരിക്കുക, ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്, എന്നാലും ചോദിക്കുകയാണ്, പറയുകയാണ്, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ അയോധ്യ വിഷയത്തെ എങ്ങനെ കാണും? അതല്ലെങ്കിൽ അങ്ങനെ വരുന്നൊരു സമയത്ത് ശബരിമലയെ എങ്ങനെ കാണും? തൽക്കാലം അയോധ്യ വിടുക. ശബരിമല എന്ന് പറയുന്നൊരു വിഷയത്തെ നമ്മളെങ്ങനെ കാണും? നിരീശ്വരനാണ് എന്ന് വിചാരിച്ച് ശബരിമല അമ്പലം നമുക്ക് അവിടെ പൊളിച്ച് കളയാനോ അവിടെ അത് പൊളിച്ചിട്ട് ടോയ്ലറ്റ് പണിയാനോ ഒന്നും നമുക്ക് പറ്റില്ല. അതല്ല അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മാനേജ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലേക്കാണ് അതങ്ങനെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഐക്കണാക്കി അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും അതിൻ്റെ പശ്ചാത്തല സൗകര്യം എന്നോണം കേരളം മുഴുവൻ ഒരു വലിയ ഒരു ഡെവലപ്മെൻറ്റിന് വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വിശ്വാസികളുണ്ട്, വിശ്വാസമുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള പശ്ചാത്തലവുമുണ്ട്. അതുവഴി വലിയ തോതിലുള്ള ടാക്സ് മണി അവിടെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആളുകൾക്ക് വന്നും പോയൊക്കെ ഇരിക്കണം. അതിപ്പോൾ ഒരു ശബരിമല അമ്പലം എന്ന് മാത്രമല്ല, അതിനകത്തൊരു ഇന്ത്യ ഗേറ്റോ അതല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമോ അതുമല്ല ഇനി വേറെ ഏതെങ്കിലും കൊട്ടാരമോ അങ്ങനെ എന്തു തന്നെയായാലും ആളുകൾക്ക് വന്നു പോയി അതിനകത്തൊരു ഫാസിനേഷൻ ഉണ്ട് എന്ന് കണ്ടാൽ അതിനെ ഏറ്റവും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുക, അതുവഴി ആ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടാക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ അത് മുഴുവൻ തെറ്റാണ്, അതുകൊണ്ട് അതൊക്കെ പൊളിച്ചു കളയണമെന്ന് പറയുന്ന ആ ചൈനീസ് രീതി അത് നമുക്കിവിടെ എടുക്കാൻ കഴിയില്ല. ആ ഒരു നിലയ്ക്ക് നിന്നുകൊണ്ടാണ് ഈ പ്രശ്നത്തെയും നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. സാദിഖ് അലി തങ്ങൾ പറഞ്ഞ കാര്യം, ഷിഹാബ് തങ്ങൾ എന്നാണ് വായിൽ വരുന്നത്, കുറേ കാലം മുന്നേ പറഞ്ഞു നടന്നിട്ടുള്ളതുകൊണ്ടാണ്, ക്ഷമിക്കുക. എന്തായാലും സാദിഖ് അലി തങ്ങൾ പറഞ്ഞ വിഷയവും സമാനമായ രീതിയിൽ പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യവും, അത് ഇസ്ലാം മതത്തിനകത്തുള്ള ആളുകളും ഹിന്ദു മതത്തിനകത്തുള്ള ആളുകളും ഇതിലൊന്നും പെടാത്ത ആളുകളും ഈ തരത്തിൽ ഈ ഒരു ധ്വനി ഉണ്ടാക്കുന്ന രീതിയിൽ മറക്കണം, അതല്ലെങ്കിൽ മുന്നോട്ട് പോകണം, ഇത് വിട്ടുപിടിക്കണം എന്നൊക്കെയുള്ള തലത്തിൽ ഈ ഒരു വിഷയത്തെ പറയുന്ന ഏതൊരു വ്യക്തി ഈ വാദം മുന്നോട്ട് വെച്ചാൽ നമ്മളതിനെ പൊക്കിപ്പിടിക്കുന്നതും അതിന് കൂടുതൽ ഒരു പ്രചോദനമോ അല്ലെങ്കിൽ ഒരു തരത്തിൽ അതിനൊരു പ്രചാരം കൊടുക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം ഇവിടെ ആത്യന്തികമായിട്ട് ഒരു സമാധാന അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നത് ആണ്, അത് മാത്രമാണ് എന്നതുകൊണ്ടാണ്. അതിലാണ് നമുക്കിവിടെ കാണാനുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നമ്മളെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ, ഇദ്ദേഹം തന്നെ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ഇത് നമ്മളിവിടെ പറയുന്നു, ഇങ്ങനെ അയോധ്യ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന്, വിട്ടുപിടിക്കണം എന്ന്. ഇതേ വ്യക്തി 2020 നമ്മളെ ഹയാ സോഫിയ, നമ്മളെ തുർക്കിയിലെ ആ മസ്ജിദ് അല്ല ക്രിസ്ത്യൻ പള്ളി, അത് ഇസ്ലാം മത ആരാധനാലയമാക്കി അതിനെ പിടിക്കുന്നൊരവസ്ഥ ഉണ്ടായി, അല്ലെങ്കിൽ അതിനെ മാറ്റുന്നൊരവസ്ഥ, പൊളിച്ചു കളഞ്ഞില്ല, അതിനെ ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നൊരു നീക്കം നടത്തിയപ്പോൾ അന്നും പറഞ്ഞത് പള്ളിയാക്കിയത് മതേതരത്വത്തിലേക്ക് തിരിഞ്ഞു നടത്തമാണ് എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. സംഗതി ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് നമ്മൾ ചില കളിപ്പാട്ടങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പാട്ടൊക്കെ പാടും, നമ്മൾ പറയുന്നത് തിരിച്ചു പറയും, അതുപോലെയുള്ള ചില, അതിനെന്താ പേരെന്ന് എനിക്കറിയില്ല, നമ്മൾ കുട്ടികളൊക്കെ കളിക്കണം കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഈ തരം വാക്കുകൾ ഒരു പൊളിറ്റിക്കൽ ഒരു സെറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതായിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. അവരിങ്ങനെ പറയും സാമ്രാജ്യത്വം, അധീശത്വം എന്നൊക്കെ പറയുന്ന ചില കബന്ധങ്ങൾ എഴുതുക എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകളൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞ പോലെ ഈ ഇസ്ലാമിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഇതുപോലെയുള്ള ആളുകൾ, പാർട്ടികൾ, അവരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത്. സംഗതി അതിൻ്റെ കോണ്ടെക്സ്റ്റോ അതിൻ്റെ അർത്ഥമോ ഉൾക്കൊള്ളാതെയാണെന്നുള്ളത് വീണ്ടും നമുക്കറിയാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് പറ്റിയൊരു തെറ്റല്ല, ഇത് മുന്നേയും പറ്റിയിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത്. എന്തായാലും ഹയാ സോഫിയ തിരിച്ചു പിടിച്ചത് ഒരിക്കലും മതേതരത്വത്തിൻ്റെ ഒരു ലക്ഷണമാകുന്നില്ല, അത് മതസൗഹാർദ്ദത്തിൻ്റെയും ലക്ഷണമാകുന്നില്ല. ആകുമായിരുന്നു എങ്ങനെ അത് ഹയാ സോഫിയ ആയിട്ട് നിലനിർത്തി, അത് എല്ലാ മതത്തിലുള്ള ആളുകൾക്കും വന്നു കയറി പോകാൻ കഴിയുന്ന ഒരു ഹിസ്റ്ററിക്കൽ ഒരു മോണ്യുമെൻ്റ് ആയിട്ട് അതവിടെ നിലനിർത്തി, അതൊരു ഒരു മ്യൂസിയമോ അതുപോലെയുള്ള എന്തെങ്കിലും ആക്കി നിർത്തിയിരുന്നെങ്കിൽ അത് മതസൗഹാർദ്ദമായേനെ. പക്ഷേ അതല്ല കാണുന്നത്. അത് മതേതരത്വത്തിന് നേരെ വെക്കുന്നൊരു കൊടുവാളായിട്ടാണ് സത്യത്തിൽ അതിനെ നമുക്ക് കാണാൻ കഴിയുക. കാരണം അന്ന് എർദുഗാൻ അവിടെ എടുത്ത നിലപാട് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്, ആ കൂട്ടുന്ന ആളുകൾ കൂടുതൽ മുസ്ലിങ്ങളെ ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വയം ഒരു ഖലീഫയായിട്ട് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, അതിന് എണ്ണ
കോരിയൊഴിക്കുന്നൊരു പരിപാടിയായിട്ടാണ് സത്യത്തിൽ ഇദ്ദേഹം ഇതിനെ ഉപയോഗിച്ചത്. അതായത് വർഗീയ കാർഡ് തന്നെയാണ് എർദുഗാൻ അന്ന് അവിടെ കളിച്ചത്. ആ ഹയാ സോഫിയ മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നതിലൂടെ നമുക്കെന്തോ വലിയ വിജയം കൈവരിച്ചിരിക്കുന്നു എന്നൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് അത് വഴിവെച്ചു. ആ തരത്തിലുള്ള സമാനമായ ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു ഉന്മാദം അതിപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. സംഘികളിലെ ചില വിഭാഗം ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ആശ അവിടെ തീർന്നു, നമ്മൾ തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറയുന്നത്, ഒരു വിജയം കൈവരിച്ചു എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞിരുന്നു അതങ്ങനെയല്ല പറയേണ്ടത്. ഇതൊരു ഒത്തുതീർപ്പായി, ഈ വിഷയം അവസാനിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞ് ശീലിക്കേണ്ടതെന്ന് തുടക്കത്തിലെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഈ വാർത്ത, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ പല ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അപകടമായിട്ട് കാണുന്നത് രണ്ട് കൂട്ടം ആളുകൾ എതിർപ്പ് പ്രകടിപ്പിച്ചത് ആണ് കാണുക. ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്, പ്രത്യേകിച്ച് നമ്മളെ കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ഇസ്ലാം മതത്തിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ പാർട്ടികളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അതും വലിയ അപകടമാണ്. കാരണം അത് രണ്ടും ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും സംരക്ഷണ ഒരു അവകാശം, ഒരു പാട്രണൈസിങ് രീതിയിൽ ഇത് നമ്മൾ ശരിയായി, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്നാലെ അവരുടെ രക്ഷാകർത്താക്കളായിട്ട് ചമഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഇത് വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇവിടെയും അത് തന്നെ കാണുന്നു. അപ്പോൾ അത് വാർത്ത നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. രാമക്ഷേത്രം രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യമെന്ന സാദിഖ് അലി തങ്ങളുടെ പ്രസംഗം വിവാദത്തിൽ. RSSന്റെ രാഷ്ട്രീയ ഹിന്ദുത്വ അജണ്ട അറിയാത്തവരല്ല ആളുകളെന്നും അണികളെ മണ്ടന്മാരാക്കുന്നത് എന്തിനെന്നും INL വിമർശിച്ചു. സമൂഹമാധ്യമങ്ങളിലും സാദിഖ് അലി തങ്ങൾക്കെതിരെ ഒരു വിഭാഗം രംഗത്തുണ്ട്. രാമക്ഷേത്രവും അവിടെ നിർമ്മിക്കാനിരിക്കുന്ന ബാബറി മസ്ജിദും ഒരേപോലെ മതേതരത്വത്തിന്റെ പ്രതീകങ്ങളാണെന്ന പ്രസംഗം ജനുവരി 24-നാണ് സാദിഖ് അലി തങ്ങൾ നടത്തിയത്. ആദ്യം സാദിഖ് അലി തങ്ങളുടെ പ്രസംഗത്തിലേക്ക്. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം, അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിന്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. അത് നമ്മളൊന്ന് പരിശോധിക്കണം. ഈ ഭൂരിപക്ഷ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യണം. എന്തുകൊണ്ടത് മുസ്ലിം വിഭാഗത്തിന് അതൊരു ആവശ്യമാകുന്നില്ല എന്നതാണ് ഇതിൻ്റെ മറുഭാഗം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പള്ളികൾക്കാണ് ഏതെങ്കിലും തരത്തിലൊരു പ്രാമുഖ്യം മതത്തിനകത്തുള്ളൂ. അതൊന്ന് നമ്മളെ മസ്ജിദുൽ ഹറം മക്കയിലെ പള്ളി, രണ്ട് മസ്ജിദുൻ നബവി അതായത് മദീനയിലെ പള്ളി. ഈ രണ്ട് പള്ളികളല്ലാതെ മറ്റൊരു പള്ളിക്ക് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പവിത്രത കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയാൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടുമെന്ന് ചിന്തിച്ച് പോയാൽ അവിടെ പോയി നിസ്കരിച്ചാൽ അതിന് കൂലി കിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പള്ളി നിങ്ങൾക്ക് ഏത് പള്ളിയിലും പോവാം. അതിപ്പോൾ നമ്മൾ അങ്ങാടിയിലുള്ള പള്ളിയിൽ പോയാലും അത് നിസ്കാരമാകുന്നു എന്നതിനപ്പുറത്തേക്ക് ആ പള്ളി എന്ന ആ ബിൽഡിങ്ങിന് എന്തെങ്കിലും തരത്തിലോ അല്ലെങ്കിൽ ആ അങ്ങാടിക്ക് ആ പേരുള്ള സ്ഥലത്തിന് എന്തെങ്കിലും തരത്തിലൊരു പ്രത്യേകത ഉണ്ട് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയം നിങ്ങൾ മക്കയിലെ പള്ളിയിൽ, ഹറാം പള്ളിയിലാണ് പോയിട്ട് നമസ്കരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സാധാരണ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒരു ഹൂറിനെയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ മക്കയിലെ പള്ളിയിൽ പോയിട്ട് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് 70 ഹൂറിയെ കിട്ടും. അതാണ് അതിൻ്റെ ഒരു തോത്, 1:70 എന്നുള്ളതാണ്. ആ ഒരു വ്യത്യാസം ഇത് നബി തന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇവിടുന്ന് ഇത്ര വലിയ കാശൊക്കെ മുടക്കി ഉംറയ്ക്കെന്ന് പറഞ്ഞൊക്കെ പോയി അവിടെ പോയി കെട്ടിമറിയുന്നത് എന്നും കൂടി ഒന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ തരത്തിൽ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകത ഈ പള്ളിക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട്, ആ പേരിൽ നിങ്ങൾ നമസ്കരിക്കാൻ അവിടെ പോയിട്ടുണ്ട് എങ്കിൽ ആ നിസ്കാരം കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഇല്ല എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മൾ ഗ്യാൻവാപ്പിയിൽ കുറേ കാക്കാമാർ കയറിയിട്ട് ഇപ്പോൾ പോയി നിസ്കരിച്ചു എന്ന് പറയുന്നു, ആ നിസ്കാരം കൊണ്ട് ഒരു ഗുണവും ഇല്ല. കാരണം എന്താണ്, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് പ്രകടനം നിങ്ങൾ നടത്തിയാൽ എന്താണ് ഇസ്ലാം അവിടെ പഠിപ്പിച്ചു വെക്കുന്നത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിൻ സാഹൂൻ എന്നാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇതേപോലെയൊക്കെയുള്ള കാട്ടിക്കൂട്ടലായിട്ട് നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള നമസ്കാരക്കാർക്കാകുന്നു നാശം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ നിസ്കരിച്ച ആളുകൾ നശിക്കും. അത് നിങ്ങൾ വെറും പട്ടി ഷോ ആയിട്ടാണ് അതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് ഇസ്ലാം. ഇത് ഞാൻ പറയുന്നതല്ല, സംഘികളും പറയുന്നതല്ല, ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ഇനി എൻ്റെ തലയിലേക്ക് കയറണ്ട. ഇതാണ് അവിടെ ഉള്ളൊരു കാര്യം.
അപ്പോൾ എന്നാൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വ്യത്യാസം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ മുസ്ലിങ്ങൾക്ക് മക്ക മദീന എന്നൊക്കെ കണക്കാക്കുന്നത്, സമാനമായ രീതിയിൽ ഭൂരിപക്ഷ സമുദായം, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് പറയാണ്, ആ സമുദായത്തിന് ഈ സ്ഥലങ്ങൾക്ക് ആ രീതിയിലുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് കാലങ്ങളായിട്ട് അതവിടെ ഐതിഹ്യങ്ങളായിട്ടും അവരുടെ ഇടയിലുള്ള ചില കഥകളായിട്ടും അതവിടെ നിലനിന്നിരുന്നു. 1800 മുതൽ അതവിടെ നിന്നിരുന്നു. 1500 മുതൽ ഈ പണിയും ഈ പ്രശ്നവും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. ഇവിടെ സംഖ്യയൊക്കെ ഉണരുന്നതിനും വളരുന്നതിനും ജനിച്ചു വീഴുന്നതിനും പിച്ച വെക്കുന്നതിനൊക്കെ മുന്നേ ഈ പ്രശ്നവും ഇത് സംബന്ധിച്ചിട്ടുള്ള കഥകളും ഇത് സംബന്ധിച്ചിട്ടുള്ള കോടതിയിൽ കയറി ഇറങ്ങുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ, അത്തരം സംഭവങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മനസ്സിൽ എന്നും കടന്നിരുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന അയോധ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം ഉണ്ടാക്കിയ സമയത്ത് അതിനകത്ത് എക്സെപ്ഷനായിട്ട് ഈ ബാബറി മസ്ജിദ് അവിടെ വെച്ചത് അതിവിടെ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പുരാവസ്തു വകുപ്പിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ക്ലെയിം നിങ്ങൾക്ക് ഉന്നയിക്കാൻ സാധിച്ചാൽ അതും ഇതുപോലെ ഈ പരിധിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും എന്നുള്ള ക്ലോസൊക്കെ അവിടെ വെക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ പലപ്പോഴും ഇതുപോലെ പിടിച്ചടക്കലുകളും തല്ലിപ്പൊളിക്കലുകളും എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സംഖ്യ ഉണ്ടാകുന്നതിന് മുന്നേയും ഉള്ളതാണ് എന്ന് ഓർക്കണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇവിടെ നമ്മളെപ്പോഴും ഈ വിഷയത്തെ സംസാരിക്കുമ്പോൾ അവിടെ സംഖ്യയെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട്, സംഘപരിവാർ അജണ്ടകളെ അവിടെ കൊണ്ടുവച്ചുകൊണ്ട് ഈ വിഷയത്തെ അപ്പാടെ റദ്ദാക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നുകൊണ്ടിരുന്നാൽ ഈ വിഷയത്തെ ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ മനഃപൂർവ്വം ഒളിച്ച ഓടുവാനോ അതല്ലെങ്കിൽ അതിനെ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്ന് വരുത്തി തീർക്കുവാനോ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഇത് കൂടുതൽ വിദ്വേഷത്തിനും ഇതൊരിക്കലും തീരാത്ത മുറിവുകൾ ഉണങ്ങാത്ത ഒരു വിഷയമായിട്ട് ഇത് നിലനിൽക്കും എന്നതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. ഇദ്ദേഹം ബാക്കി പറയട്ടെ. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിന് പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും മതസൗഹാർദ്ദം, അവിടെ ഇനി പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ്. അത് കർത്തവ്യം നമുക്കറിയാം. നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിനാണുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം. പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സാദിഖ് അലി തങ്ങൾക്കെതിരെ INL രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ INL വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ അസീസ് ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ശ്രീ അബ്ദുൽ അസീസ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇതൊരു മുസ്ലിം സംഘടനയാണ്. അപ്പോൾ ഇനി അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതും കൂടി ഒന്ന് കേൾക്കാം. അതായത് മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ടൊന്ന് നിലനിൽക്കാൻ സാധ്യതയുള്ള ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധേന അതിനകത്തൊരു പരിഹാരം കണ്ടെത്തി അതിനകത്തൊരു ശമനം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് അകത്തുനിന്ന് തന്നെ പാര വെക്കുന്നത് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എന്നിട്ട് മതി നമുക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലേക്ക് കയറുന്നത്. ഞാനിതിൽ പറഞ്ഞു, രണ്ടു കൂട്ടം ആളുകൾ ഇതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴാണ് ഇത് ഏറ്റവും വലിയ ഗുരുതരമാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മതത്തിനകത്ത് തന്നെ, ആ വിഭാഗത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന എതിർപ്പുകളാണ്. എന്താണെന്നറിയില്ല, ഈ വിഷയത്തിൽ നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു എതിർപ്പ് വന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ അവർ മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈര്യം ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചത്, ഇടതുപക്ഷം പോലും എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്നത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതിൽ ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഈ സംഘടനാ നേതാവ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ശ്രീ അബ്ദുൽ അസീസ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അറിയാം, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വിഷയമടക്കം അദ്ദേഹം ആ പ്രസംഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സഹിഷ്ണുതയുടെ പാതയിലൂടെ പോകാൻ കഴിയണമെന്നതടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രസംഗം. അതിനെ INL ഒരു വിമർശനമായി പറയുന്നത് വിശ്വാസികളുടെ ആത്മീയ ഹിന്ദുമതവും RSS മുന്നോട്ട് വയ്ക്കുന്നതും അത് കൂട്ടിക്കെട്ടി അണികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണോ നിലപാട്?
തീർച്ചയായിട്ടും RSSന്റെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ആന്റി മൈനോറിറ്റി ഹിന്ദുത്വമാണ്. പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ സവർണ അഗ്രസീവ് ഹിന്ദുത്വമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. അതിനെതിരായി ഇന്ത്യയിലെ മതനിരപേക്ഷ കക്ഷികളെല്ലാം, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്തുള്ള കാലത്താണ് ബാബരി മസ്ജിദ് തകർന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ അന്യായമായി പണിതുയർത്തിയ രാമക്ഷേത്രത്തെ അത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. ഇത് വാചകം നിങ്ങൾ കേട്ട് കാണും. എത്ര അപകടമാണ് ഈ പറഞ്ഞു വെക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2 വാക്കുകളാണ് ഇതിനകത്ത് കാണുന്നത്. ഒന്ന്, ന്യൂനപക്ഷത്തിനെതിരാണ് എന്നുള്ള ആ ഒരു നറേറ്റീവ്. 2, അന്യായമായിട്ട് പണിതു എന്ന് പറയുന്നത്. പിന്നെ ഈ കോടതി വിധിയൊക്കെ പിന്നെ എന്തിനാ, മാങ്ങ പറിക്കാനാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നമ്മളെന്താ പറയുന്നത്? അതായത് നമ്മൾ ജീവിക്കുന്നത് ഒരു റിയാലിറ്റി ഉണ്ട് ഈ ലോകത്ത്. ആ റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ പ്രശ്നങ്ങളുണ്ടാവും, വിഷയങ്ങളുണ്ടാവും. അങ്ങനെ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് എന്താണ് അത് പരിഹരിക്കാനുള്ള വഴി? നിലവിൽ അതിന് പ്രധാനപ്പെട്ട അതിലൊരു വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വഴി എന്ന് പറയുന്നത് കോടതി നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ പരിഗണിക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക, അതിലെ വിധികൾ അത് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് ഉൾക്കൊള്ളാതെ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയും? അപ്പോൾ ഇവിടെ പറയുന്നത് അന്യായമായിട്ടുള്ളൊരു വിധി എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ഇതിലെ ന്യായമായ വിധി? ഇതിലെ ആർക്കിയോളജിക്കൽ സർവേ നടത്തിയ തെളിവുകൾ അത് ഇവർ അംഗീകരിക്കുന്നില്ല. അതെങ്ങനെയാണ് തെളിവുകൾ ഇവർ നിഷേധിക്കുക? ആ തെളിവുകൾ എന്താ തെളിവുകളല്ലേ? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ബാക്കി അമ്പലങ്ങളുടെ കഥയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറും. സമയം നമുക്കിപ്പോൾ ഇവിടെ ഒരു പരിമിതമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല, ഗ്യാൻവാപ്പി അടക്കമുള്ള വിഷയങ്ങൾ. പക്ഷേ ഇവിടെ കാണുന്നത് തെളിവുകളുണ്ടായിട്ട് അതിനെ അംഗീകരിക്കുന്നില്ല. അതിനകത്തൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു മാർഗം കോടതി മുഖേന നമ്മൾ കണ്ടെത്തിയാൽ അതിനെ അംഗീകരിക്കുന്നില്ല. ഇനി അതിനൊക്കെ അപ്പുറം പറഞ്ഞു വെക്കുന്നത് ഈ RSSന്റെ ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്ന സംഗതി. ഇത് കഴിഞ്ഞിട്ട് ഒരു സെൻറ്റൻസും കൂടി പറയുന്നുണ്ട്, അതുകൂടി കേട്ടിട്ട് ഞാൻ അതിലേക്ക് വരാം. എന്തായാലും ആ ഭാഗം നിങ്ങളൊന്ന് ഓർക്കണം. ആ ഒരു തീവ്ര ന്യൂനപക്ഷ വിരുദ്ധത എന്ന് പറയുന്ന ഒരു സംഗതി. ഓക്കെ, ബാബരി മസ്ജിദ് തകർത്തു തരിപ്പണമാക്കിയിടത്ത് ആ 2.77 ഏക്കർ ഭൂമി സുന്നി വഖഫിന് അവകാശപ്പെട്ടതാണ് എന്ന് കോടതി പോലും കണ്ടെത്തിയ സാഹചര്യത്തിൽ അവിടെ പണിത രാമക്ഷേത്രം എങ്ങനെയാണ് രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമായി മാറുക? ഇന്ത്യയിലെ മുസ്ലിം സമുദായം മാത്രമല്ല, മതനിരപേക്ഷ കക്ഷികൾ എല്ലാവരും ഒരുമിച്ച് ഭൂരിപക്ഷം ജനതയും ഈ അക്രമത്തിനെതിരായി അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവരിപ്പോഴും രംഗത്തുണ്ട്. അവർ ഈ അക്രമത്തിനെതിരായി രംഗത്തുണ്ട് എന്ന് മാത്രമല്ല, മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്ന് പറയുന്ന വലിയ ഒരു വിഭാഗം ജനത രാജ്യത്ത് നിലവിലുണ്ട്. ആ ജനതയോടൊപ്പമാണ് ഇസ്ലാമിക വിശ്വാസികളുടെ മനസ്സ് എന്ന് നിലവിലിരിക്കെ മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുക? മുസ്ലിം ലീഗിന് മുസ്ലിം സാമുദായിക താല്പര്യമാണോ വലുത്, RSSന്റെ താല്പര്യമാണോ വലുത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ വാക്ക്. അതായത് മുസ്ലിം ലീഗിന് ഇസ്ലാം മതം അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അവരോടാണോ പ്രാമുഖ്യം, അതല്ല RSSന്റെ സംഗതികളോടാണോ എന്ന ചോദ്യം. ഈ ചോദ്യം ഇത് എത്ര നോർമലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചോദിച്ചു വെക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇതുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മൈനോറിറ്റി വിരുദ്ധത എന്നൊക്കെ പറയുന്ന സംഗതി. നമ്മളിത് പൊളിച്ചെഴുതേണ്ട ഒരു സമയമായിട്ടുള്ളൊരു വിഷയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും ഈ വരുന്ന ലോക്സഭാ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്തൊരു കുറച്ച് സീറ്റിലെങ്കിലും മുസ്ലിം മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളെ ലോക്സഭാ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തി ജയിപ്പിച്ച് പാർലമെൻറ്റിൽ മന്ത്രിമാരാക്കിയാൽ ഇവർ ഈ പറയുന്ന സംഗതികൾ തിരുത്തുമോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാനിത് മുന്നേ നമ്മളുടെ വിശ്വനാഥൻ ഡോക്ടർ ഒരിക്കൽ വലിയ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുകയാണ്, നമ്മളതിൻ്റെ കൂടെയാണ്, മുസ്ലിം വിരുദ്ധത BJPക്ക് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിട്ട് അദ്ദേഹമൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വാദമാണ്. അതായത് BJPയിൽ എത്ര മുസ്ലിങ്ങളുണ്ട് എന്നാണ് ചോദിക്കുക, എത്ര MP മുസ്ലിങ്ങളായിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ BJPയിൽ വന്നാൽ
ഈ ആരോപണം പിൻവലിക്കുമോ? മുസ്ലിങ്ങൾക്ക് എതിരെ ഒരു മുസ്ലിം വിരുദ്ധത BJPക്ക് ഉണ്ട് എന്ന ആരോപണം നിങ്ങൾ പിൻവലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ വന്നാൽ നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ഉരുണ്ടു മാറുന്നതല്ലാതെ ഇതിനകത്ത് ഡെഫിനറ്റീവായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല. എന്താണ് അതിൻ്റെ കാരണം? കാരണം ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭീകര സ്വത്വത്തെ അതിങ്ങനെ മുന്നിൽ നിർത്തിയിട്ട് അതിനെങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുക, അത് കാണിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളെ അത് ചിലതിനെ തമസ്കരിക്കുവാനും ചിലതിനെ കൂടുതൽ ഊന്നി പറയുവാനും തങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങൾ അജണ്ടകൾ നടപ്പിലാക്കുന്നതിനും അവിടെ അത് വഴിവെക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് നമ്മളുടെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് ഇപ്പോൾ എന്താ നമ്മളുടെ പിണറായി വിജയൻ പറഞ്ഞത്? ഒരിക്കലും നടപ്പിലാക്കില്ല, കേരളം അതിനെ ചെറുത്ത് നിൽക്കും, മുൻ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ വലിയ സംഭവമാണ്. ഒരു കണയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല ആ നിലപാടിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ അതെന്തോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മാത്രം എന്തോ ഒരു ചുമതലയായിട്ടാണ് ഇവിടെ വരുത്തി വെക്കുന്നത്. അതല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? യൂണിഫോം സിവിൽ കോഡ് അത് മുസ്ലിങ്ങൾക്കെതിരാണ്, ഒന്ന്. അത് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ വേട്ടയാടും, ഇതാണ് രണ്ട്. അതുകൊണ്ട് BJP കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. കാരണം അവരെപ്പോഴും മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് നടപ്പിലാക്കുകയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് യൂണിഫോം സിവിൽ കോഡൊക്കെ നല്ലതായിരുന്നു, പണ്ട് ഞങ്ങൾ അതിന് വേണ്ടി വാദിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് വേണ്ട, കാരണം BJP അത് കൊണ്ടുവരുന്നു. ഇതാണ് പറയുന്നത്. നമ്മളെന്താ പറയുന്നത്? BJP കൊണ്ടുവരാതെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള നിലയ്ക്ക് ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം എന്നിരിക്കെ എന്താണ് കേരളത്തിലെ പിണറായി സർക്കാരിന് അത് കൊണ്ടുവരുന്നതിന് തടസ്സം? ഇനിയുണ്ടല്ലോ 3 വർഷം. എന്തുകൊണ്ടത് കൊണ്ടുവന്നുകൂടാ? എന്തുകൊണ്ടത് നടത്തിക്കൂടാ? BJP കൊണ്ടുവന്നു എന്നുള്ള പരാതി പോലുമില്ലാതെ നിങ്ങൾ എന്താണോ വിഭാവനം ചെയ്യുന്നത്, എങ്ങനെയാണോ നിങ്ങൾക്ക് മുസ്ലിങ്ങളെ തേനും പാലും കോരി ഒഴിച്ച് നിങ്ങൾക്ക് സേവിക്കാൻ കഴിയാം, ആ തരത്തിലുള്ള ഏറ്റവും മികച്ച ഒരു കോഡ് കൊണ്ടുവന്ന് ഈ ലോകത്തിന് തന്നെ നിങ്ങൾക്ക് മാതൃകയായിക്കൂടെ? അത് നടപ്പിലാക്കിയിട്ട് നിങ്ങൾക്ക് മോദിയെയും അമിത്ഷായെയൊക്കെ നാണം കെടുത്തിക്കൂടെ? എന്താണ് ആ അവസരം നിങ്ങൾ ഉപയോഗിക്കാത്തത്? അപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ്? നിങ്ങളുടെ ഉള്ളിലിരിപ്പ് മുസ്ലിങ്ങളുടെ വോട്ട് ചോരരുത്, അവർ ഞങ്ങൾക്ക് വോട്ട് കുത്തും, ആ വോട്ട് ഞങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് നടത്തിയ പ്രശ്നമാണ്, അത് നടത്താൻ പാടില്ല. ഇവിടെ ശരിയത്താണ് ശരിയെന്ന് പറഞ്ഞ് ജീവിച്ച് ഞങ്ങൾ ഒരുവിധം കഷ്ടിച്ച് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇവൻ്റെ കുത്തിത്തിരിപ്പ്, ഇമാതിരി സാധനമൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് സത്യത്തിൽ അവരുടെ മനസ്സിൽ. അവിടെ തങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു സംഗതി അവിടെ ഉറപ്പിക്കാൻ, ആ ഒരു പാട്രണൈസിങ് സ്വഭാവം അത് അവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണെന്ത്? BJP കൊണ്ടുവരുന്ന സാധനം നമ്മൾ നടപ്പിലാക്കണമെങ്കിൽ ധൈര്യമായിട്ടിരുന്നോ, നമ്മളുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറയുന്ന ഒരു സാധനം. ശുദ്ധ ഭോഷ്ക് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇത് തിരിച്ചറിയാൻ നമ്മളിവിടുത്തെ പാവപ്പെട്ട മദ്രസ ജീവികൾക്ക് കഴിയുന്നുമില്ല. എങ്ങനെ കഴിയാനാണ്? ഇവിടെ ഈ സാദിഖ് അലി തങ്ങൾ പോലും മതസൗഹാർദ്ദത്തെയും മതേതരത്വത്തെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആളുകളാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ട് പോലും ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇതിന് അണികളായിട്ട് വരുന്ന ആളുകളുടെ നിലവാരം എന്തായിരിക്കുന്നത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇതിനെക്കുറിച്ചുള്ള അവബോധം വളരെ കുറവാണെന്നാണ് ഈ പറയുന്നത്. നമ്മൾ പൊളിറ്റിക്കലി സെൻസിറ്റൈസ്ഡ് ആകുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം ആശയങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ധാരണ, ഒരു മിനിമം പൊളിറ്റിക്കൽ ലിറ്ററസി നമുക്ക് ഉണ്ടാകണം. നമ്മൾ അക്ഷരാഭ്യാസത്തിൽ മാത്രം ലിറ്ററസി 99% ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കുറച്ചൊക്കെ ഇത്തരം വിഷയങ്ങളിലും കൂടി ഒരു ലിറ്ററസി വേണമെന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ ഞാൻ ഇത് ഉദാഹരണം പറഞ്ഞത് ഈ ഒരു ഭീകര സ്വത്വത്തെ അവിടെ ഉണ്ടാക്കി വെച്ച് അതിനെ കാണിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് പോലും ചെയ്യാൻ കഴിയുന്ന സാധനം. മറ്റൊരു ഉദാഹരണം ഞാൻ പറയും. ഇപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ നമ്മൾ പറയാറുണ്ട്, ഇന്ത്യ മുഴുവൻ വൃത്തിയാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മുടെ നാട് വൃത്തിയായിട്ട് നല്ല വേസ്റ്റ് മാനേജ്മെൻറ്റും ഡിസ്പോസലും അതുപോലെ ക്ലീൻ ആയിട്ട് വെക്കാൻ ക്ലീൻ സിറ്റി എന്നൊക്കെ പറയുന്ന സംഗതി, അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്നതിന് എന്തിനാണ് മോദിയെ ഭയക്കുന്നത്? അത് നടപ്പിലാക്കിയാൽ എവിടെയെങ്കിലും മുസ്ലിം വിരുദ്ധത വരുന്നുണ്ടോ? എവിടെയെങ്കിലും ന്യൂനപക്ഷ വിരുദ്ധത വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് കേരളം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 5-8 വർഷമായിട്ട് ആ ലിസ്റ്റിൽ 7 അയലത്ത് പോലും കേരളം വരുന്നില്ല എന്ന് പറയുമ്പോൾ നിരന്തരം അവിടെ ഇൻഡോർ പോലെയുള്ള ചില സ്ഥലങ്ങളാണ് അതിൻ്റെ 1ാം സ്ഥാനം കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു അവിടെ ഫോർട്ട് കൊച്ചി കടപ്പുറം അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് മറ്റേ റഷ്യൻ കുടുംബസ്ത്രീകൾ വന്നിട്ട് അത് പണിയെടുക്കുന്നത് പോലെ നമ്മൾ കാണുകയാണ്. ഒരു പരിതാപകരമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ലോകത്തിൻ്റെ മുന്നിൽ പ്രബുദ്ധ മലയാളി എന്ന് പറയുകയും ഏറ്റവും കൂടുതൽ ലിറ്ററസി ഉണ്ടെന്ന് പറയുന്ന സംസ്ഥാനം വൃത്തിയുടെ കാര്യത്തിൽ മൂക്ക് പൊത്തിയിട്ടല്ലാതെ നമുക്കിവിടെ നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം എന്ത് അപമാനമാണ് വേറെ ഉള്ളത്? ഇത് നടപ്പിലാക്കി ഇവിടെ കൃത്യമായ രീതിയിൽ അതിനൊരു മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലൊരു നിലപാട് കൈക്കൊണ്ട് അതിന് പ്രവൃത്തി അവിടെ നടത്തി അത് പ്രാവർത്തികമാക്കിയാൽ അതിന് ഗുണമാർക്കാണ്. ഈ സംസ്ഥാനത്തിന് തന്നെയല്ലേ, ഖജനാവിലേക്ക് തന്നെയല്ലേ കാര്യങ്ങൾ വരിക. ഏറ്റവും മിനിമം ഞാൻ പറയാറുണ്ട്,
ആളുകൾ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ എവിടെ പോയിട്ട് വേണമെങ്കിലും ചോദിച്ചോളൂ, കേരളം എന്ന് നമ്മളൊന്ന് പറഞ്ഞാൽ കേരൾ സേ എന്നാണ് ചോദിക്കുക. അവിടെ അവരാദ്യം പറയുന്ന സാധനം കേരളം എന്തൊരു വൃത്തിയാണെന്നാണ് അവർ പറയുക. നമുക്കെല്ലാം അറിയൂ ഇവിടുത്തെ കുഴപ്പം. പക്ഷേ അവരെന്തുകൊണ്ടാണ് അത് വൃത്തി എന്ന് പറയുന്നത്? അവരുടെ സ്ഥലങ്ങളെക്കുറിച്ച് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ വൃത്തിയുണ്ട്. അപ്പോൾ നമ്മൾ കേരള ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആകെക്കൂടി പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു സാധനം ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ലൈൻ ഉണ്ടാക്കിയാൽ പോലും ഇവിടെ ആളുകൾ വന്ന് വിസിറ്റ് ചെയ്ത് പോകില്ലേ? അതിനുള്ളൊരു വഴിയെങ്കിലും തുറന്നിട്ടൂടെ? അതൊന്നും ചെയ്യാതെ അതും മോദിയുടെ തലയിലേക്ക് ഇട്ടുകൊണ്ട് എന്ത് ആണ് നിങ്ങളവിടെ ചെയ്തു കൂട്ടുന്നത്? ഇതിലൊക്കെ ആർക്ക് എങ്ങനെയാണ് കൈ കഴുകാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ ശുദ്ധമായ ഈ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയായിട്ട് മാറുന്നത് അവിടെയാണ്. ഇത് നമ്മൾ മാറ്റേണ്ട സമയമായിട്ടുണ്ട്, ഇത് ചൂണ്ടിക്കാണിക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ ഇരട്ടത്താപ്പും കള്ളത്തരവും ഒക്കെ ഇനി പൊളിച്ച് കാണിക്കേണ്ട സമയമായിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഈ മൈനോറിറ്റി വിരുദ്ധത എന്ന് പറയുന്ന സംഗതി കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഇതിലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് കൂറ് മുസ്ലിങ്ങളോടാണോ അതോ RSSനോടാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വേറെ ഒരു പ്രധാനപ്പെട്ട വലിയ പ്രശ്നമാണ് അവിടെ കൊണ്ടുവരുന്നത്. അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ആയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന വാദം എത്ര അബദ്ധമാണ്, എത്ര അശ്ലീലമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിലവിൽ മുസ്ലിം ലീഗുകാർ ഇപ്പം തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് 2 സീറ്റ് വേണം, 4 സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധം തുടങ്ങി. എന്തിനാണ് ആ തരത്തിലുള്ള വാദം അവിടെ മുന്നോട്ട് വെക്കുന്നത്? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത അവിടെ കിടപ്പുണ്ട്. ഇദ്ദേഹം ഈ അബ്ദുൽ അസീസ് വിളിച്ചു കൂവുന്നത് പോലും ആ സാധനമാണ് ഇവിടെ കുളിച്ചു കൂവുന്നത്. അത് തച്ചുടയ്ക്കപ്പെടേണ്ട ഒരു ചിന്താരീതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു മുസ്ലിമിനെയും തിരഞ്ഞെടുക്കേണ്ട, ദളിതന് വേണ്ടി നിങ്ങളൊരു ദളിതനെയും തിരഞ്ഞെടുക്കേണ്ട, നിങ്ങളൊരു താഴ്ന്ന ജാതിക്കാരന് വേണ്ടി നിങ്ങളൊരു താഴ്ന്ന ജാതിക്കാരനെ തിരഞ്ഞെടുക്കേണ്ട, നിങ്ങളൊരു ഹിന്ദുവിന് വേണ്ടി ഒരു ഹിന്ദുവിനെ തിരഞ്ഞെടുക്കേണ്ട, നിങ്ങളൊരു ക്രിസ്ത്യാനിക്ക് വേണ്ടി നിങ്ങളൊരു ക്രിസ്ത്യാനിയെ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാധനമാണ്. ഇത് മാറ്റി വെക്കേണ്ട സമയമായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് വില പേശുന്ന അവസ്ഥയിലേക്കും കൂടി എത്തുന്നു എന്ന് വരുമ്പോൾ, അത് വെച്ചുകൊണ്ട് ഇതുപോലെ പ്രശ്നങ്ങൾക്ക് പോലും വഴിവെക്കുന്നു എന്ന് കാണുമ്പോൾ എത്ര അബദ്ധമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പകരം നമ്മളിവിടെ പ്രബലമാക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണ്? അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മുന്നിൽ വരുന്ന, നിങ്ങൾക്ക് വോട്ട് ചെയ്ത ഏതൊരു മനുഷ്യനും നിങ്ങൾ അവിടെ ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അത് നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്ത ആളുകളടക്കം എന്നാണ് അവിടെ വരുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു 35% വോട്ട് കിട്ടിയത്, അതിനകത്ത് ഭൂരിപക്ഷവും ഹിന്ദുക്കളാണെന്ന് തന്നെ കൂട്ടി അവർ BJPക്കാരന് കുത്തിയത്. പക്ഷേ എന്നാൽ പോലും ആ BJPക്കാരൻ അവിടെ വർക്ക് ചെയ്യുന്നത് തൻ്റെ മുന്നിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഈ രാജ്യത്തുള്ള മുസ്ലിമും അമുസ്ലിമും അല്ലാത്തവനൊക്കെ ആയിട്ടുള്ള ആളുകൾക്കും കൂടി വേണ്ടിയാണ്. ഈ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട പ്രധാനമന്ത്രിയാണ് എന്ന് വരുന്നത് അവിടെയാണ്. അത് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ ഇന്നും ഈ തരത്തിൽ കൂറ് അന്വേഷിച്ച് അതിന് വിലയിട്ട് അത് വെച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പരിപാടി ഇത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീർണതയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണമെന്നും കൂടിയാണ് ഇവിടെ എനിക്ക് സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. നമുക്കറിയാം ശ്രീ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ സംഭവിച്ചത് എന്താണെന്ന് സൂചിപ്പിച്ചു. അതിനൊപ്പം സഹിഷ്ണുതയോടെ ഈ സാഹചര്യങ്ങളെ നേരിടേണ്ടത് എങ്ങനെയെന്നുള്ളതല്ലേ അദ്ദേഹം ഊന്നിയത്. സഹിഷ്ണുതയോടെ ഈ സാഹചര്യങ്ങൾ നേരിടേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ ഹൈന്ദവ വിരുദ്ധ നിലപാടുകളോ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അവർ സഹിഷ്ണുതയോടുകൂടി അത് നേരിടുക തന്നെയാണ്. എന്നാൽ ആ അക്രമത്തെ, അതല്ലെങ്കിൽ അന്യായമായ കൈവശപ്പെടുത്തലിനെ, അനധികൃതമായ കെട്ടിപ്പോക്കലിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മുസ്ലിം ഇസ്ലാമിക വിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയുക? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സുന്നി വഖഫ് ബോർഡിന് അവകാശപ്പെട്ടത് എന്ന് കോടതി പറഞ്ഞ വഖഫ് ഭൂമി അത് ദൈവികമായ ഭൂമിയാണ്. ആ ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളവും അംഗീകരിക്കാതല്ല, വിശ്വാസപ്രകാരവും നിയമപ്രകാരവും അത് അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ഇത് നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഒരു പ്രസ്താവനയുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് പഠിക്കണം. NSSന്റെ ഒരു യോഗത്തിൽ പോയിക്കൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞത് മുസ്ലിം സമുദായത്തിന്റെ ഒരു കടുകിട അവകാശം പോലും ഞങ്ങൾ വിട്ടുകൊടുക്കുകയുമില്ല, ഒരു മുടിനീര നാരിട പോലും മറ്റു സമുദായങ്ങളുടേത് ഞങ്ങൾ അപഹരിക്കുകയുമില്ല. ഇത് പറഞ്ഞ മുസ്ലിം ലീഗിന്റെ പിൻഗാമിയായ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഈ കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത്. എങ്ങനെയാണ് ലീഗിന്റെ നിലപാടുകൾ CHന്റെ നിലപാടിനോട് യോജിച്ചു നിൽക്കുക? മുസ്ലിം ലീഗ് ഇപ്പോ എവിടെ നിൽക്കുന്നു എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയണം. RSSന്റെ താല്പര്യത്തോടൊപ്പമാണോ അതല്ല മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ താല്പര്യത്തോടൊപ്പമാണോ? ഇതാണ് പ്രസക്തമായ ചോദ്യം.
ശരി, വളരെയധികം നന്ദി ശ്രീ അബ്ദുള്ള സി ഘട്ടത്തിൽ പ്രതി. വളരെയധികം നന്ദി. ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഏത് ആളുടെ ഒപ്പമാണ് കൂറ് എന്ന ആ ചോദ്യം, ആ മാനിപ്പുലേഷൻ, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ പറയുന്നത് പുണ്യഭൂമി എന്നുള്ള രീതിയിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇസ്ലാമിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. പക്ഷേ അവിടെ ഒരു കാഴ്ചപ്പാട് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പള്ളി നിന്നിരുന്ന ഒരു സ്ഥലത്ത് അവിടെ അമ്പലം പണിയുക എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന് അവകാശപ്പെട്ട സ്ഥലത്ത് അവിടെ രാമൻ കയറിയിരിക്കുന്നു എന്ന് ആണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. തമാശക്കാണേലും പറയാറുണ്ട്, എന്താണ് പള്ളിപ്പറമ്പിലെ അമ്പലം രാമൻ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ അമ്പലപ്പറമ്പിലെ അള്ളാഹു എന്ന് പറയുന്ന രീതിയിലേക്ക് വരികയാണ് കാര്യങ്ങൾ. പോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു കോടതി വിധിയുണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ട്. അതായത് ആ പള്ളി അവിടെ പൊളിച്ചത് അതൊരു വയലൻസ് ആയിരുന്നു, അത് അപലപിക്കുന്നു എന്ന് പറയുമ്പോൾ അതവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെയും അത് നുള്ളിപ്പൊളിച്ച് ഇതേപോലെ ഒരു വിഷയമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അത് ആര് തന്നെയായാലും അവിടെ വിധി വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അതും ഏത് രീതിയിലാണ് ആ വിധി വന്നതും കൂടി നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു തോറ്റ പാർട്ടിയുടെ അടുത്ത് എന്നാൽ ശരി പൊയ്ക്കോ എന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആ മറുപക്ഷമായിട്ടുള്ള ആളുകൾക്ക് സമാനമായ ഒരു ആരാധനാലയം പണിയുന്നതിന് വേണ്ടി 5 ഏക്കർ സ്ഥലം മറ്റൊരു ആ പ്രദേശത്ത് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അത് ഏർപ്പാടാക്കിയിട്ട് തന്നെയാണ് ഈ വിധി അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്, മുസ്ലിങ്ങൾക്ക് ആരാധന നിർവഹിക്കുന്നതിനാണ് ഒരു സ്ഥലമെന്ന് ഉണ്ടെങ്കിൽ അതിനുള്ള സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ജീവിക്കുന്ന ആധുനിക ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഒരു ഒത്തുതീർപ്പിൻ്റെ ഒരു പുതിയ മാതൃകയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആ രീതിയിൽ തന്നെ അതിനെ കണ്ട് മുന്നോട്ട് പോവുക, അതിൽ പല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതും കൂടിയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ ഒരു INL നേതാവിനെ ശേഷം നമ്മൾ കണ്ടത് നമ്മളുടെ സീറോ അബ്ദുള്ള എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഇദ്ദേഹം നമ്മൾ പറയാറുണ്ട്, ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറ് തന്നെ ഈ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു തക്കിയ ജീവിയായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ പറയാം. മുഖത്ത് നോക്കുമ്പോൾ മീശയില്ല, അതായത് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ മീശ പഠിച്ച് താടി വെക്കുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ രണ്ടും ഇല്ല എന്നതാണ് കാണാൻ കഴിയുക. പക്ഷേ ഇദ്ദേഹം എന്തുകൊണ്ടിങ്ങനെ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം കൂടുതലും നടന്നിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കൂടെയാണ്. നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരിണാമം സംഭവിച്ചിട്ടുള്ള ഒരു സംഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇദ്ദേഹം ആ രീതിയിൽ ഇരിക്കുന്നത്. പോട്ടെ, എന്തായാലും അദ്ദേഹവും പറയുന്നത് എന്താണ്, തങ്ങളെ വിമർശിക്കുന്നത് തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അയോധ്യയുടെ പിന്നാലെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറ്റി പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുന്നേ പറഞ്ഞിട്ടുള്ളതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ എവിടെയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. ശിഹാബ് തങ്ങൾ നമ്മളെല്ലാവരും നമ്മളുടെ ഈ സംഗതിയെ നമ്മൾ സാദിഖ് അലി തങ്ങളെ അവിടെ വിമർശിക്കുക അല്ലെങ്കിൽ തള്ളി പറയുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരു സംഗതിയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടത് VD സതീശൻ, നമ്മുടെ കോൺഗ്രസിൻ്റെ വക്താവ് എന്താ പറഞ്ഞ അയോധ്യ പരാമർശത്തിൽ സാദിഖ് അലി തങ്ങളെ പിന്തുണച്ച് VD സതീശൻ, വർഗീയവാദികൾ വെള്ളത്തിന് തീ പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കെടുത്താനാണ് തങ്ങൾ ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. വളരെ ശ്ലാഘനീയമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആധുനിക ലോകത്ത് പ്രതീക്ഷിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു സന്തോഷം, അത് VD സതീശൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ നമ്മളുടെ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിലൊന്നും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പുള്ളിക്കാരൻ ഇപ്പോഴും അവിടെ എന്തോ കാര്യങ്ങൾ വലിയ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മറക്കരുത്, അതെന്നും ഓർമ്മിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന കാര്യം, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ലൈവിൽ ആദ്യത്തെ ഒരു ഘട്ടമെന്നോണം ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഭാഗമാണ്. അതായത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു പോകുന്നു. അതായത് മറക്കരുത് എന്ന് പറയുന്നത്, മറക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കുത്തി നോവിക്കുക, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അത് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ശ്രമങ്ങൾ, അവരെ ആ ഒരു വർഗീയ ചിന്തയിലേക്ക് കൊണ്ടിടുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യണം, വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽപ്പെട്ട ആളുകളായാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന തികച്ചും തെറ്റായ രാഷ്ട്രീയ നിലപാടുകൾ, ഇതെല്ലാം നമ്മളിവിടെ കാണുകയാണ്. ഇത്തരം ആളുകളിൽ നിന്ന് ഒരു കാരണവശാലും, ഈ നിലപാടെടുക്കുന്ന ആളുകളെ ഒരു കാരണവശാലും ജയിപ്പിച്ച് വിട്ടേക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത്. ആര് തന്നെയാലും, ഇനിയിപ്പോൾ BJP-കാരൻ വന്നിട്ടാണ് പറയുന്നത്, കോൺഗ്രസ്സുകാരൻ വന്നിട്ടാണ് പറയുന്നത്, ആര് വന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ, ഞാൻ നിങ്ങളുടെ സമുദായക്കാരനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സമുദായം നോക്കിയിട്ട് വോട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ബ്ലൈൻഡായിട്ട് ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറേണ്ട ഒരു സമയമായി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ നമ്മളുടെ മുന്നിലേക്ക് അവൻ നമ്മളുടെ ജാതിക്കാരനാണ്, അവൻ നമ്മുടെ മതക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വോട്ട് പിടിക്കലും ആ രീതിയും മാറ്റേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്
ഒരു അഭിപ്രായമായിട്ട് പണ്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.